നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാം എന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു ലോങ് ട്രിപ്പാണ് ആക്ച്വലി. ട്രാവൽ ഉണ്ട്, 1 hour 1.5 2 hours ട്രാവൽ ഉണ്ട്. ഞങ്ങൾ ഒരു ഫാമിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ആക്ച്വലി ഞങ്ങൾ പോകുന്നത് തന്നെ അവിടുത്തെ ഒരു സ്ട്രോബെറി ഫാം കാണാനാണ്. ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അതേപോലെ പോയ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. സോ ഇപ്പം കൊറോണ കാരണം എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. സോ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്നും അറിയില്ല. അപ്പം നമുക്ക് ബാക്കി ഓൺ ദ വേ കാണാം. ബൈ. സോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ടു ദി ഫാം. ഫാമിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാണ് ബ്ലൂ ലേക്ക് ഫാം. അപ്പം അബ്ദലിയിലുള്ള ബ്ലൂ ലേക്ക് ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾ ആദ്യത്തെ ഔട്ട്ഡോർ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വ്ളോഗാണ്. എടുക്കേണ്ട രീതികളെക്കുറിച്ച് വലിയൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ വ്ളോഗ് ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്നത് ബ്ലൂ ലേക്ക് ഫാമാണ്. ബ്ലൂ ലേക്ക് ഫാമിന് വേറൊരു പേരിൽ അറിയപ്പെടുന്നതാണ് അൽ ബൊഹാരിയ ഫാം എന്ന്. നമ്മൾക്ക് നമ്മൾ ഫാമിലോട്ട് പോകാൻ വേണ്ടി 2 റൂട്ടാണുള്ളത്. ഒന്ന് ഷെയ്ഖ് ജാബിർ അൽ സബ കോസ്വേ ബ്രിഡ്ജ് ത്രൂ പോകുന്ന ഒരു റൂട്ടും രണ്ടാമത്തത് ജഹ്റ റോഡ് റൂട്ട് 80 ത്രൂ പോകുന്നൊരു റോഡാണ്. അപ്പം നമ്മൾ ബ്രിഡ്ജ് ത്രൂ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഓൺ ദ വേ ചെറിയ ചെറിയ ഫാംസും കാര്യങ്ങളൊക്കെ കാണാം, കുറച്ചും കൂടെ കവർ ചെയ്യാം. പിന്നെ നമ്മൾ ജഹ്റ റോഡ് പോവുകയാണെങ്കിൽ കാഴ്ചകൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. സിറ്റി റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഫാംസും ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കോസ്വേ ബ്രിഡ്ജ് ത്രൂ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി അവിടെ പോകാൻ എന്ന് വെച്ചാൽ ഫാമിലെത്താനുള്ള ടൈം എടുത്തത് 1.5 hour ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രിഡ്ജ് റൂട്ട് എടുക്കുമ്പം കാണാൻ പറ്റുന്ന ഫാമിൽ ഒന്നാണിത്. കുറേ ഫാമുണ്ട്. നമ്മൾ ആദ്യം കണ്ടൊരു ഫാം ഇതാണ്. ഇവിടെ ചെറിയ ചെറിയ ഫാമാണ്. ഇതൊരു ചെറിയ ക്യാമൽ ഫാമാണ്. ഞങ്ങൾ ഇവരെ കണ്ടപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അവർ ഫീഡ് ചെയ്തു, അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിന് തൊട്ടടുത്ത് വരുന്ന വേറൊരു ഫാമാണ് ഷീപ്പ് ഫാം. സോ ഞങ്ങളെപ്പോലെ തന്നെ ഓൺ ദ വേ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ക്യാമൽ ഫാമൊക്കെ കാണുമ്പോഴത്തേക്കും മെല്ലെ വണ്ടിയൊക്കെ സൈഡാക്കി ഇവരെ കൂടെ കളിക്കാനും ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാർ കൂടുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലോട്ട് വിടാം എന്ന് തീരുമാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഷീപ്പ് ഫാം. അതിന് തൊട്ടടുത്തുള്ളൊരു ഫാമാണ്. അപ്പോൾ ഇവിടെ ഷീപ്സ് ഒന്നും അടുത്തങ്ങ് വരുന്നില്ല അവരെ കൂടെ. അന്ന് അത്രയും ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് അവരൊക്കെ കണ്ടു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞ് കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും കണ്ടൊരു ഫാമാണ്, വേറൊരു ഫാമാണ് ഈ ഹോഴ്സ് ഫാം. അപ്പം ഇവൻ്റെ കൂടെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് ടൈം ഞങ്ങൾ ഇവരെ കൂടെ സ്പെൻഡ് ചെയ്തു. അതാ വന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുറച്ച് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
സോ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇവരെ ചെറിയ ചെറിയ വെജിറ്റബിൾ ഫാമിംഗ് ആണ്. ഈ സൂം ചെയ്ത് കാണിച്ച വീടുകളിൽ ആ ഒരു ഏരിയയിൽ ചെറിയ ആനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പശുവിന് ഫീഡ് ചെയ്യാൻ വേണ്ടി കുട്ടികളായിട്ട് നിറഞ്ഞിരിക്കാൻ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് കാശ് കൊടുത്ത് ഫുഡ് വാങ്ങി നമ്മൾക്ക് അവരെ പശുവിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പാൻഡമിക്കാണ് മറക്കരുത്, ആ ഒരു രീതിയിൽ ഞങ്ങൾ അതിൻ്റെ അടുത്തൊന്നും ക്രൗഡിൻ്റെ അടുത്ത് പോയില്ല. ബാക്കിയുള്ള ഗോട്ടും ഡക്സിനൊക്കെ കണ്ട് അവിടുന്ന് ചെറിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഈ ഏരിയ വിട്ടു. സോ പാൻഡമിക് കാരണമാണ് ഇവിടെ കുറച്ച് ആനിമൽസ് എന്ന് ഞാൻ അറിഞ്ഞു. ബാക്കിയൊക്കെ ഇവിടുന്ന് മാറ്റി. അപ്പം നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി കുറച്ച് ആനിമൽസിനെ വെച്ചു. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മളെ മെയിൻ അട്രാക്റ്റീവ് ഏരിയാസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെയായിരുന്നു നമ്മൾ സ്ട്രോബെറി ഫാം ഉള്ളത്. ഞങ്ങൾക്ക് കുറേ നല്ല ഗുഡ് റിവ്യൂസ് കിട്ടിയൊരു സ്ഥലമായിരുന്നു. നമ്മൾ മുമ്പ് പോയ ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ ഒക്കെ വക അവിടെ മുമ്പ് അവർക്ക് പ്ലക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം പാൻഡമിക് കാരണം അതൊക്കെ ക്ലോസ്ഡ് ആക്കി. അപ്പോൾ നമ്മൾക്കിപ്പോൾ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ആ ഏരിയ മൊത്തമായിട്ട് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ അട്രാക്ഷൻ കാണാനോ വീഡിയോ എടുക്കാനോ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ദിസ് ഈസ് violet potato. We get all the fresh vegetables, flowers, all those things. You can get it from the market right there, I guess. You know the Icha house? This is the Icha house. Farm market, yes, and flower shops. How is it? I love the pot. It's not a pot. Coconut peel. Coconut hair. Strawberry. Finally. What is that car? Oh, see big one. Bigger one. Though it is corona and everything, there is plenty of people. Right now we are at the flowers and plant sections, actually, to say. You can see this green sharika. Okay, she's saying that I'm very calm and she wants to say it with so much of energy. Say, normally boy. Please, just for me. This is karvepila. യൂട്യൂബിലിട്ട് ചിലപ്പോൾ ഞാൻ വൈറലായാലും വൈറലാവുമല്ലോ. ഇത് മൊത്തം വരുന്നത് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഓരോ പ്ലാന്റും സെക്ഷൻ ബൈ സെക്ഷനായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെ അതിൻ്റെ പേരും വിലയും അതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാകും. അതനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ക്ലൈമറ്റ് കാരണമാണ് പ്ലാന്റ്സൊക്കെ ഗ്രീൻ ഹൗസിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫാം മാർക്കറ്റിലോട്ട് കയറാണ്. അപ്പം ഇവിടെ ഭയങ്കര ഈ ടൈം ആകുമ്പോഴത്തേക്കും നല്ല ക്രൗഡായി. അപ്പം മിക്കവരും കുവൈത്തീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല.
ക്രൗഡ് കൂടുതലുമാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ എങ്ങനെയായാലും അവരെ പതിപ്പിക്കേണ്ടി വരും. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലാത്തത് കൊണ്ട് തന്നെ അവർ അൺകംഫർട്ടബിൾ ആക്കാതെ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ കുറച്ച് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പം ഇത് ഇതൊരു സെക്ഷൻ ലൈക്ക് ചിപ്സും സീഡ്സൊക്കെ ഓർഗാനിക് ചിപ്സ് ആൻഡ് സീഡ്സ് സെല് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ ഫ്രഷ് ഫ്ലവേഴ്സ് സെല് ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ സെല് ചെയ്യുന്ന മിക്ക പ്രൊഡക്ട്സും ഇവിടെ തന്നെ ഫാം ചെയ്ത് ഇവിടെ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ കോണൊക്കെ കുക്ക് ചെയ്ത് സെല് ചെയ്യുന്ന ഏരിയാസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ക്രൗഡ് കൂടുതലായതുകൊണ്ട് തന്നെ. ഇതൊക്കെ ഷുഗർ കെയിനാണ്. ഇവിടെ പുറത്ത് ഷുഗർ കെയിൻ ജ്യൂസ് സെല് ചെയ്യുന്നുണ്ട്. ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കും ഇവിടേക്ക് ഇരുട്ടുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാണാൻ നല്ല ഭംഗിയാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. പിന്നെ നല്ല ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിനോട് വിട പറയാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഫാമിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ചിങ്ങ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു നല്ല നേച്ചർ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ കണ്ടു. അപ്പം സൺസെറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്യൂട്ടി വേറെ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി നല്ല നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. നാട്ടിലെ വയലൊക്കെ പോലെ ഒരു ഏരിയ. അപ്പം ഞാനിത് വിചാരിച്ചതൊരു പൊറ്റാറ്റോ ഫാമാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ആളോട് സംസാരിച്ചപ്പോഴാണ് ആൾ പറയുന്നത് ഒരു ടൊമാറ്റോ ഫാമാണ്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു. കുറച്ച് ടൈം എടുത്തു കേട്ടോ, ഒന്ന് ഇരുട്ടി. സോ ഫൈനലി ഒരു ദിവസം കഴിഞ്ഞു. രാവിലെ ഐ തിങ്ക് അറൗണ്ട് 12 ആയി അവിടത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട്. എണീച്ചപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. 12 മണി സംതിങ് വി ലെഫ്റ്റ് ഫ്രം അവർ പ്ലേസ്. അങ്ങനെ അവിടെ എത്തി. പിന്നെ എൻജോയ് ചെയ്തു. എല്ലാവരും ഭയങ്കര ടയേർഡായി. എല്ലാവരും ബാക്കിൽ കിടന്ന് ഉറങ്ങാണ്. സുലുക്ക് ഉറങ്ങാണ്. അതുകൊണ്ട് സുലു ക്യാമറയിൽ ഇല്ല.